ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതിയതായി രൂപീകരിച്ച മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശനം നടത്തി. പുതിയ സമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനമായിരുന്നു ഇത്തവണത്തേത്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കേരള, തമിഴ്നാട് സർക്കാരുകളുടെ പ്രതിനിധികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലെ ഗവേഷണ ഉദ്യോഗസ്ഥനും ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥനും സംഘത്തിലുണ്ടായിരുന്നു. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പും കാലവർഷ സമയത്തും അണക്കെട്ടിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. തേക്കടിയിലെത്തിയ സംഘം ബോട്ട് മാർഗമാണ് അണക്കെട്ടിലേക്ക് പോയത്. ബേബി ഡാം സന്ദർശിച്ചതിനൊപ്പം ഷട്ടറുകൾ ഉയർത്തി പരിശോധിക്കുകയും ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് സംഘടിപ്പിച്ച ഗോത്രഭേരി സെമിനാർ ശ്രദ്ധേയമായി. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് നടപ്പാക്കുന്ന 10 മിഷനുകളിലൊന്നായ മിഷൻ ട്രൈബൽ നോളജിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കോട്ടയം, ഇടുക്കി വന്യജീവി ഡിവിഷനുകളിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ച് വനം ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്രൈബൽ വകുപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള പരമ്പരാഗത രീതികൾ പ്രയോഗിക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോയതാണ് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ എണ്ണം കൂടാൻ കാരണമെന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ പറഞ്ഞു. ഇടുക്കി വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന 3 ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് പരിധിക്കുള്ളിലെ 25ഓളം ആദിവാസി ഉന്നതികളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനായി സ്വീകരിക്കുന്ന പരമ്പരാഗത രീതികളും അറിവും അനുഭവ സമ്പത്തും ആദിവാസി ഉന്നതികളിൽ താമസിക്കുന്നവർ പങ്കുവച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിര നിർമ്മാണത്തിന് തുടക്കമായി. അഡ്വഞ്ചർ ടൂറിസത്തിനും സാഹസിക പ്രവർത്തനങ്ങൾക്കും സഹായകരമായ കേന്ദ്രം എന്ന നിലയിലാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. അക്കാദമിക്ക് സ്വന്തമായുള്ള 1 ഏക്കർ സ്ഥലത്ത് 9.63 കോടി രൂപ ചെലവഴിച്ച് 100 പേർക്ക് താമസം, പരിശീലനത്തിനുള്ള സൗകര്യം, ആംഫി തിയേറ്റർ, കോൺഫറൻസ് ഹാള്, ഡൈനിങ് ഹാള്, VIP മുറികൾ, ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ, ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടമാണ് പുതുതായി നിർമ്മിക്കുന്നത്. തീരദേശ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഇടുക്കി ജില്ലയിലെ ആദ്യ വായനശാല 110 വയസ്സിന്റെ നിറവിൽ. ദേവികുളത്തെ ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയാണ് 1 നൂറ്റാണ്ടിലധികമായി അക്ഷര വെളിച്ചമായി നിലകൊള്ളുന്നത്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ദേവികുളത്തെ വേനൽക്കാല വസതിക്ക് സമീപത്തായി അനുവദിച്ച 50 സെന്റ് സ്ഥലത്താണ് 1915 ശ്രീമൂലം ക്ലബ്ബ് ആൻഡ് വായനശാല സ്ഥാപിച്ചത്. മഹാരാജാവിന്റെ കാലത്ത് നിർമ്മിച്ച അതേ തനിമയോടെ കെട്ടിടം ഇന്നും നിലനിൽക്കുന്നു. വായനശാലയിൽ അപൂർവ ഇനത്തിൽപ്പെട്ടതുൾപ്പെടെ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിലായി 15,000-ലധികം പുസ്തകങ്ങളുണ്ട്. 1700-കളിൽ ബ്രിട്ടനിൽ അച്ചടിച്ച അപൂർവങ്ങളായ പുസ്തകങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള A ഗ്രേഡ് വായനശാല കൂടിയാണിത്. ക്ഷയരോഗ നിവാരണ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇടുക്കിയിൽ വഴിയോരങ്ങളിൽ അന്തിയുറങ്ങുന്നവരെ പരിശോധനയ്ക്ക് വിധേയരാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ആദ്യമായി ഇടുക്കിയിലാണ് ഇത്തരമൊരു പരിശോധന നടത്തിയത്. തൊടുപുഴ, ചെറുതോണി, ചേലച്ചൂട്, കരിമ്പൻ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന. രോഗലക്ഷണമുള്ളവരുടെ കഫ സാമ്പിളുകൾ പരിശോധനയ്ക്ക് ശേഖരിച്ചു. എന്നാൽ ഇവരിൽ ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനു പുറമെ രോഗം പിടിപെടാൻ സാധ്യതയുള്ള 3,33,126 പേരെ സ്ക്രീനിങ്ങിനും വിധേയമാക്കി. ഇതിൽ രോഗലക്ഷണങ്ങൾ കണ്ട 5,430 പേരുടെ കഫപരിശോധന നടത്തി. 290 പേരെ എക്സ്റേ പരിശോധനയ്ക്കും വിധേയമാക്കി. കഫപരിശോധനയിൽ 126 പേർക്ക് ക്ഷയരോഗം സ്ഥിരീകരിച്ചു. ഇവർക്ക് സൗജന്യ ചികിത്സയും ആരംഭിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ക്ഷയരോഗബാധിതരുള്ള ജില്ലയാണ് ഇടുക്കിയെന്നും ജില്ലയിൽ നിന്ന് ക്ഷയരോഗം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ജില്ലാ TB ഓഫീസ് അധികൃതർ പറഞ്ഞു. ഇരവികുളം ദേശീയോദ്യാനം വിനോദസഞ്ചാരികൾക്കായി തുറന്നു. വരയാടുകളുടെ പ്രജനനകാലം അവസാനിച്ചതോടെയാണ് 2 മാസമായി അടച്ചിട്ടിരുന്ന ഉദ്യാനം തുറന്നത്. വരയാടുകളുടെ പ്രജനനകാലം തുടങ്ങിയതോടെ ഫെബ്രുവരി 1-നാണ് ഉദ്യാനം അടച്ചത്. 2 മാസത്തിനിടെ ഇരവികുളം മേഖലയിലെ കുമരിക്കല്ല്, ആനമുടി, വരയാടുമുട്ട, മേസ്തിരിക്കെട്ട്, ലക്കം, രാജമല എന്നിവിടങ്ങളിലായി നിരവധി വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ട്. കുമരിക്കല്ല് ഭാഗത്താണ് ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ കണ്ടത്. എന്നാൽ ഇവയുടെ എണ്ണം ലഭ്യമായിട്ടില്ല. ജില്ലാ വൃത്താന്തം സമാപിച്ചു.